ഹലോ മൈ ഡിയർ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കും കേട്ടോ. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് ആൻഡ് ഹെൽത്തി കേക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിന്ന് ആപ്പിൾ വെച്ചിട്ട് ഒരു വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരാപ്പിളും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് മൈദ മാവ് എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒന്ന് അരിച്ചെടുക്കണം. നമ്മളൊരു 3 പ്രാവശ്യം നമ്മൾ തിരിച്ചു മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊന്ന് നമ്മൾ അരിച്ചെടുക്കണം. ഇങ്ങനെ അരിക്കുന്നത് നമ്മൾക്ക് കേക്ക് വളരെ സോഫ്റ്റായിട്ട് കിട്ടാനും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിച്ചേരാനും വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് 2-3 പ്രാവശ്യം. പിന്നെ ഇത് വളരെ സാധാരണക്കാർക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊരു കേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കറി പോയി വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ എപ്പോഴും നമുക്ക് ഉടനെ സാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇത് നമുക്ക് വീട്ടിലിരുന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു അരമണിക്കൂർ സമയം നമ്മൾ മെനക്കെട്ടാൽ മതിയാകും. അപ്പോൾ അതുപോലെയുള്ള സിമ്പിളായ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3 പ്രാവശ്യം ഇപ്പോൾ അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ച മാവ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ലേശം എണ്ണയൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് പാത്രത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റീലിൻ്റെ പാത്രമായാലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രമായാലും മതി കേട്ടോ. അതൊന്ന് നമ്മൾ എണ്ണയൊക്കെ തടവി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മുഖ്യമായ ഇൻഗ്രീഡിയൻറ്റ് ഒരു ആപ്പിളാണ്. ഒരാപ്പിൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആപ്പിൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം പഞ്ചസാര, ഒരു ബൗൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗൾ ഗോൾഡ് വിന്നർ, അതായത് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് മധുരം വേണ്ടതിനനുസരിച്ച് അല്പം കൂട്ടിയും കുറച്ചും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒരു 3 മുട്ടയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ആപ്പിളിങ്ങനെ വളരെ നമ്മളെപ്പോഴും ആപ്പിൾ കഴിക്കുന്നതാണ്, പക്ഷേ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആപ്പിളും പഞ്ചസാരയും ഓയിലും മുട്ട എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമായിട്ട് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ആപ്പിളിൻ്റെ തരികളൊക്കെ അല്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, മാവും മൈദാമാവും ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം കൂടെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ കുറേശ്ശായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരേ സൈഡിലേക്ക് മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. ഒരു സ്പാറ്റുല ഉപയോഗിച്ച് നമ്മൾ 1 സൈഡിലേക്ക് മാത്രം ഒരു കട്ട് ആൻഡ് ഫോൾഡർ എന്നുള്ള സ്റ്റൈലിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അല്പം കട്ടിയായിട്ട് മാവ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ലേശം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. പാൽ കൂടുതൽ ഒഴിക്കരുത്. നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്ത് നോക്കി മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് നല്ല മിക്സ് ആകുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഇതിൽ വെള്ളമോ മറ്റൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഈ മുട്ടയുടെ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ, മുട്ട മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അതായത് ഇതുപോലെ നമ്മളൊന്ന് ഒരു സൈഡിലേക്ക് മാത്രമേ മാവ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ബബിൾസൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ കേക്കിന് സോഫ്റ്റ് കുറയും. അതുകൊണ്ടാണ് ഒരുപാട് മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്. അല്പാൽപ്പമായിട്ട് 1-2 പ്രാവശ്യം അല്പം പാൽ വീതം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് മാവ് നമ്മൾ ബാറ്റർ ശരിയാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവ് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. മുട്ടയുടെ സ്മെല്ലൊന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മളൊരു ലേശം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ മണം ഒന്നും
ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വാട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു ബൗളുണ്ടല്ലോ, അതിലേക്ക് നമ്മളിനി ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിൻ്റേത്. അതുപോലെ തന്നെ ബൗളിൻ്റെ പാതി വരേക്കും അല്ലെങ്കിൽ പാതിക്ക് മുകളിൽ വരെ ഒഴിക്കാവുള്ളൂ, ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കാരണം കേക്ക് പൊങ്ങി വരാനുള്ളതല്ലേ. എന്നിട്ട് നമ്മളൊരു ഈർക്കിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ, അതുകൂടി അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ 30 മിനിറ്റിൽ 125 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഈർക്കിൽ വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേശം കൂടി വേകാനുണ്ട്. അതുകൊണ്ട് ഒരു 15 മിനിറ്റും കൂടി നമ്മൾ വെച്ച് കൊടുക്കുവാണേ. ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഓവൻ സെറ്റപ്പിൽ കുക്കറിൽ ഒരു റൗണ്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിലാണെങ്കിലും എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കുപ്പി പാത്രങ്ങൾ ഉപയോഗിക്കരുത്. സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നൊക്കെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇപ്പോൾ ഇതാ കേക്ക് നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഈർക്കിലെടുത്ത് കുത്തി നോക്കുമ്പോൾ ഈർക്കിലൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് ഇതിൻ്റെ മേലെ കമഴ്ത്തി വെച്ചിട്ട് നമ്മളൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ബട്ടർ പേപ്പറൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് ലേശം പോലും ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിട്ട് നമ്മൾ പാത്രത്തിൻ്റെ മുകളിൽ ലേശം ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് അടർന്നു വരും. നമ്മൾ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊടിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പഞ്ഞി പോലെയുള്ള കേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആപ്പിളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ള 2-3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കേക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്കൊരു കേക്ക് ഒക്കെ കൊടുക്കാമല്ലോ. ചുമ്മാ ആപ്പിൾ തിന്നുമല്ലേ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര സോഫ്റ്റാണെന്നുള്ളത്. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണം. മറ്റുള്ളവരും കൂടെയൊക്കെ ഇതുപോലെയൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്നല്ലേ, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ. ഇത് കണ്ട മുറിക്കുമ്പോൾ കൈകൊണ്ട് നമ്മൾ അടർത്തുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അകമൊക്കെ ഉള്ളൊക്കെ എത്ര ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.